ഈ നിലവിലുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുടരാൻ തയ്യാറെന്ന് പത്തനംതിട്ടയിൽ CPIM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് പറയുന്നു. നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ ചൊവ്വാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കാനാണ് ജോസഫ് ജോർജിന്റെ തീരുമാനം. സ്ഥലം മാറ്റം വേണ്ട എന്ന് കാണിച്ച് കലക്ടർക്ക് അപേക്ഷ നൽകും. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ജയശങ്കർ, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മാറി ചിന്തിക്കാൻ കാരണം? അതിന് വിശദീകരണം എന്തെങ്കിലും ഈ വില്ലേജ് ഓഫീസർ നൽകുന്നുണ്ടോ? അതായത് നാളെ മുതൽ ജോലിയിൽ പ്രവേശിക്കുമെന്നാണ് ഈ ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി നേരിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് പറയുന്നത്. അതായത് സഞ്ജുവുമായി ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചിരുന്നു. അണികളിൽ നിന്ന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഏരിയ സെക്രട്ടറി MB സഞ്ജു ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ജോലിയിൽ പ്രവേശിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിവാദമുണ്ടായ കുടിശ്ശിക അടയ്ക്കാമെന്ന് ഏരിയ സെക്രട്ടറി അറിയിച്ചെന്നും വില്ലേജ് ഓഫീസർ പറയുന്നു. എന്തായാലും ഈ കുടിശ്ശികയൊക്കെ നൽകാമെന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലും മറ്റ് പ്രശ്നങ്ങളില്ല, ഭീഷണിയില്ലാതെ ജോലി ചെയ്യാൻ അവസരം ഒരുങ്ങുമെന്ന സഞ്ജുവിന്റെ കൂടി ഉറപ്പിന്റെ പുറത്താണ് വില്ലേജ് ഓഫീസർ എന്തായാലും തിരികെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രാൻസ്ഫർ അപേക്ഷ റദ്ദാക്കണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് വീണ്ടും ഈ ജോസഫ് ജോർജ് അപേക്ഷ നൽകും. എന്തായാലും വലിയ വിവാദമായിരുന്നു. 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഈ നികുതി ആവശ്യപ്പെട്ടതിനാൽ വില്ലേജ് ഓഫീസറെ ഏരിയ സെക്രട്ടറി സഞ്ജു ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് അത് വലിയ വിവാദം, സംസ്ഥാന വാർത്തയാവുന്ന തരത്തിൽ വലിയ വിവാദമായി. ഇപ്പോൾ ആ വിവാദങ്ങൾക്കാണ് തിരശീല വീഴുന്നത്. എന്തായാലും നാളെ തന്നെ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ഞാരങ്ങാനം വില്ലേജ് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ പത്തനംതിട്ടയിലെ ആ വിവാദം ഒരുപക്ഷെ അതോടുകൂടി അവസാനിക്കുമെന്നാണ് കരുതേണ്ടത്. ആ രീതിയിലുള്ള ഒരു സമവായം ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.